കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവ തന്റെ ജനത്തെ അറിയുന്നു. യഹോവയുടെ വിശുദ്ധന്മാർ തൃക്കയിലിരിക്കുന്നു. അവർ തൃക്കാക്കലിരുന്ന് തിരുവചനം പ്രാപിക്കുന്നു എന്ന് എഴുതിയിട്ടു. നമ്മള് ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നിനെക്കുറിച്ച് നിരാശപ്പെടേണ്ട. നാളുകളെ ഇന്ന് സംഭവിക്കേണ്ടതിനെല്ലാം ഓർത്ത് ഭയപ്പെടരുത്. ഉറപ്പില്ലേ നമ്മള് ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ആ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ, ഇല്ലാതാക്കാൻ, തകർത്ത് കളയാൻ ഒരു ശക്തിക്കും കഴിയില്ല. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം കീഴ്ശാശ്വത ഭുജങ്ങളാൽ അവിടെ നമ്മളെ വായിച്ചിട്ടുണ്ട്. അത് ഓർക്കുമെങ്കിൽ നമ്മൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകും. ദൈവകൃപയുടെ ആഴങ്ങളിൽ നടക്കും. എല്ലായിടത്തും എല്ലായ്പ്പോഴും അവിടുന്ന് നമ്മെ ജയോത്സവമായിട്ട് നടത്തും. ജയത്തിന്റെ ഉത്സവം, അത് നീണ്ടു നിൽക്കുന്ന ഉത്സവം, ഒരു ദിവസത്തേക്കല്ല. എല്ലായിടത്തും ദാവീദ് ചെന്നിടത്തൊക്കെ ദൈവം അവന് ജയം നൽകി എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിയരെ, ചെല്ലുന്നിടത്ത് ജയം നൽകാൻ, ശുഭമായിരിക്കാൻ, ദൈവത്തിന്റെ കൃപ ആസ്വദിക്കാൻ അവിടുത്തെ അടുത്ത് ചെല്ലാൻ തയ്യാറാവണം. ദൈവത്തോട് അടുത്ത് ചെന്നാൽ അവിടെ നമ്മോട് അടുത്ത്. പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ടോടി. ഈ ദിവസങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ഇടയാവണം. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കാം. കച്ചേരയോട് പറ്റിയിരിക്കുന്നത് പോലെ ദൈവത്തോട് പറ്റിയിരിക്കാൻ പൂർണ്ണമായി പറ്റുന്നു. യോശുവയും കാലേബും ഒക്കെ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ടാണ്, ചേർന്നു നിന്നതുകൊണ്ടാണ് അവർ കാൽവെച്ച ദേശം ദൈവം അവർക്ക് നൽകി. പറ്റിയിരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവം, അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ദൈവം, അവരോട് സംസാരിക്കുന്ന ദൈവം, അവർക്ക് മുമ്പായി പുറപ്പെടുന്ന ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. പൂർണ്ണഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ, സ്വന്തം വേഗത്തിലൂതാതെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഇടയാവണം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത് വാക്യം സുപരിതമാണ്. ആദ്യകാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. യേശു ആദ്യകാലത്ത്, അല്ലെങ്കിൽ ഇരുട്ടുള്ള സമയത്ത് എഴുന്നേറ്റു പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ലൂക്കോസ് സുവിശേഷത്തിൽ പലയിടത്തും ആവർത്തിച്ച് യേശു നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. കാരണം അടുത്ത ഭാഗമൊക്കെ ശ്രദ്ധിച്ചാൽ യേശുവിന്റെ പ്രവർത്തികൾ അവിടെ കാണുന്നുണ്ട്. ഗലീലയിൽ ചെന്നു വചനം പ്രസംഗിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, കുഷ്ഠരോഗി യേശുവിന്റെ മുമ്പാകെ മുട്ടുകുത്തി. പിന്നെ മറ്റിടത്ത് ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ യേശു നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിച്ചു. കാരണം ചിലർ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ കൊല്ലുവാൻ കല്ലെറിഞ്ഞ് നിൽക്കുന്ന സമയങ്ങൾ. വരുന്ന പ്രതിസന്ധികളെ ജയിക്കണമെങ്കിൽ, നിന്റെ നിയോഗത്തെ, നിന്റെ മിനിസ്ട്രിയെ,
നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ തകിടം മറിക്കാൻ നിൽക്കുന്ന ശക്തികളെ ജയിക്കണമെങ്കിൽ ഒന്ന് പ്രാർത്ഥന ആവശ്യമുണ്ട്. വീണ്ടും ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം ഇറങ്ങണമെങ്കിൽ, അസാധാരണമായി ദൈവപ്രവൃത്തി വരണമെങ്കിൽ, ചിലത് ശാസിക്കപ്പെടണമെങ്കിൽ, ചിലത് ഓടിപ്പോകണമെങ്കിൽ പ്രാർത്ഥനയുടെ പവർ നമ്മുടെ അകത്ത് വ്യാപരിക്കണം. എലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, പക്ഷേ താൻ വർഷങ്ങളായി പ്രാർത്ഥനയിൽ പോരാടുന്ന മനുഷ്യനായിരുന്നു. യാക്കോബിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, അത് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, ഞാൻ പറയാതെ ഇനി മഴ ഉണ്ടാവില്ല. ശക്തമായൊരു പ്രഖ്യാപനമാണ് അത് നടത്തപ്പെട്ടത് അവിടെ, അല്ലേ? ദൈവം ആകാശത്തിന്റെ ഡോർ അടച്ചില്ലേ പ്രിയരെ? ഒരു മനുഷ്യന്റെ വാക്കിന്റെ മുമ്പിൽ. യെസ്, അങ്ങനെ ദൈവം ചെയ്തു എങ്കിൽ നോക്കൂ, യാക്കോബ് 5:17 ശ്രദ്ധിക്കൂ. എലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3.5 വർഷം ദേശത്ത് മഴ പെയ്തില്ല. അപ്പം ഈ പറയുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിക്കുമായിരുന്നു. പേഴ്സണലായിട്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചിട്ടാണ് പരസ്യമായി താൻ പ്രഖ്യാപനം ചെയ്യുന്നത്. രഹസ്യമായി പ്രാർത്ഥിക്കുന്ന നിനക്ക് പരസ്യമായി ചില പ്രഖ്യാപനങ്ങൾ ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവൻ പരസ്യത്തിൽ അത്ഭുതങ്ങൾ കാണും. സ്തോത്രം. മറന്നുപോകരുത് സഹോദരങ്ങളെ, പ്രാർത്ഥനാ മനുഷ്യൻ ശക്തിയുള്ളവനാണ്. നമുക്കറിയാം, യോശുവ സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യനോൾ താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വളരെ വ്യക്തമായൊരു പ്രസ്താവന ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം കഴിവിലൂന്നിക്കൊണ്ടല്ല യോശുവ സഹോദരങ്ങളെ അത് പറഞ്ഞത്. നമ്മുടെ കഴിവനുസരിച്ച് കൊണ്ടുപോകേണ്ടതല്ല ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം. അതിനകത്ത് ദൈവപ്രവൃത്തി വരണമോ? ഇന്ന് പകൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ തയ്യാറാവണം. എത്ര പേർ അത് ശ്രദ്ധിക്കും? ഞാൻ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. യോശുവ യഹോവയോട് സംസാരിച്ചു, ഇസ്രയേൽ മക്കൾ കേൾക്കെ. യഹോവ സംസാരിച്ച ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സൂര്യനെയും ചന്ദ്രനെയും 2 സ്ഥലങ്ങൾ നിശ്ചലമാക്കി നിർത്തിയത്. കേട്ടോ, പ്രാർത്ഥിക്കുന്നവൻ ചിലതിനെ നിശ്ചലമാക്കും. അനങ്ങരുതെന്ന് പറയുന്ന അനോയിന്റിംഗ് വെളിപ്പെടണമോ? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, പ്രാർത്ഥനയിൽ പോരാടണം. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം പ്രാപിക്കേണ്ടതിന് എപ്പോ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ശക്തരാകൂ. ചിലത് കീഴടങ്ങാൻ പോകുകയാണ്, ചിലത് നിശ്ചലമാകാൻ പോകുകയാണ്. ശുശ്രൂഷകൾ വെളിപ്പെടണമോ? ദൈവശക്തി വ്യാപരിക്കണമോ? പ്രാർത്ഥനയുടെ പവർ വ്യാപരിക്കട്ടെ. നിന്നെ ഒതുക്കുവാൻ ഭ്രാന്ത് നിറഞ്ഞവരായി ചിലർ എഴുന്നേൽക്കുമ്പോൾ ആ ശക്തികൾ നിലംപരിചാകേണ്ടതിന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നോക്കൂ, ലൂക്കോസ് സുവിശേഷത്തിൽ അവർ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ കൊല്ലുവാൻ നോക്കി, പക്ഷെ നടന്നില്ല. യേശു മുഴുരാത്രി പ്രാർത്ഥിച്ചു. അടുത്ത ഭാഗം ശ്രദ്ധിക്കുമ്പോൾ യേശു അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില അപ്പോയിന്റ് ചെയ്യുകയാണ്. അപ്പൊ ചിലരെ നിയോഗിക്കണമെങ്കിൽ, ചില നിയോഗം വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥനയുടെ പവർ, ചില ഡിസിഷൻ എടുക്കണമെങ്കിൽ, ഒന്നുകൂടി പറഞ്ഞാൽ ശരിയായ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുന്നവരോട് ദൈവവചനത്തിലൂടെ പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവശബ്ദം കേൾക്കണം. എന്നോടുള്ള, എന്റെ കുടുംബത്തോടുള്ള ദൈവശബ്ദം. പ്രാർത്ഥനയാൽ ഉപവാസത്താലും അല്ലാതെ
ഈ ജാതി അഴിഞ്ഞു പോകുകയില്ല, മാറിപ്പോകുകയില്ല, നീങ്ങിപ്പോകുകയില്ല. ചിലത് നീങ്ങിപ്പോകണമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കും. ചില അടിവേരുകളെ ഉരുക്കുന്ന, ചിലതിനെ അഴിക്കുന്ന, ചില അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ജയം നൽകുന്ന ഒരു സ്പിരിച്വൽ അതോറിറ്റി ഇന്ന് പകലേറ്റെടുക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. രേഖവിപരീതമെന്ന് എഴുതിയപ്പോ പ്രാർത്ഥന നിർത്തിയില്ല. അതും സിംഹങ്ങളുടെ വായിൽ ഇട്ടുകൊടുക്കുന്ന ഒരു നിയമമാണ് ദാനിയേലിനെതിരെ വന്നത്. ഗുഹയ്ക്കകത്തേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരില്ല മാനുഷ്യമായി. പക്ഷേ ദാനിയേൽ നിരാശപ്പെട്ടില്ല. അതുപോലെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ മനുഷ്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥന നിർത്തുന്നവനല്ല. അതുപോലെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേലിന്റെ മുമ്പിൽ ചിലത് മുട്ടുമടക്കാനിടയായത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കൂ. ശക്തരായി ദൈവമുമ്പാകെ അപേക്ഷിക്കാൻ തയ്യാറാകൂ. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ശക്തിപ്പെടുത്തും. നമുക്കറിയാം, യേശു പ്രാർത്ഥിച്ചു ഗെത്സമനയിൽ. സ്വർഗം തുറന്നു. ദൂതന്മാർ വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തി. വരുവാനുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തും കൃപയും പ്രാപിക്കണമോ? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു പ്രാർത്ഥിച്ചു. പൗലോസ് പുഴവക്കത്ത് പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയിൽ ചില അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥനയിൽ ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങട്ടെ. ചങ്ങലകൾ അഴിയുന്ന പ്രാർത്ഥന, ചിലതിനെ നിർത്തൽ ചെയ്യുന്ന പ്രാർത്ഥന, നിശ്ചലമാക്കുന്ന പ്രാർത്ഥന ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കുടുംബജീവിതം തകർക്കപ്പെട്ടവർ ഇന്ന് പകൽ യഥാസ്ഥാനപ്പെടുന്ന, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന, ചെറിയ ഡിസിഷൻ എടുക്കാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുന്നവരെ യഥാസ്ഥാനത്ത് കൊണ്ടുവരുന്ന പ്രാർത്ഥനയുടെ പവർ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. മാനസിക സംഘർഷങ്ങൾ മാറട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. പ്രാർത്ഥനയുടെ ശക്തിയാൽ ചിലർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദിനക്കാരനെ എഴുന്നേൽപ്പിക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയരെ, പ്രാർത്ഥനയ്ക്ക് സമയങ്ങൾ കൂടുതൽ വേർതിരിക്കൂ. ഏകാഗ്രതയോടെ, വിശ്വാസത്തോടെ, സംശയം കൂടാതെ അകർത്യമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. വൻ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാം. ദൈവം അതിനെല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ.